കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും നെടുമങ്ങാട് നഗരസഭ അധികൃതർക്കും സർക്കാരിനും ഇതൊന്നും ബാധകമല്ല. നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ജനം നടുറോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. നടപ്പാതകൾ കാൽനട യാത്രക്കാർക്കുള്ളതാണെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉറപ്പിച്ചു പറയുകയാണ്. എന്നാൽ നടപ്പാതകൾ പോലും ഇല്ലാത്ത പട്ടണങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അവകാശം കോടതികൾ ആവർത്തിച്ചോർമ്മിപ്പിച്ചിട്ടും നെടുമങ്ങാട് ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ജില്ലാ ആശുപത്രിക്ക് മുൻപിലെ കാഴ്ചയാണത്. അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാരുടെ പരാതി. അത്യാവശ്യം ഫുട്പാത്താണ്, ജനങ്ങൾക്ക് നടക്കാൻ ഒരു വഴിയില്ല. എല്ലായിടം ബ്ലോക്ക്, വണ്ടികളും കടകളും എല്ലാം ഇട്ട് കംപ്ലീറ്റ് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? റോഡിൽ കൂടെ കയറി നടക്കുമ്പോൾ ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു. പലവർക്കും പല ദുരിതങ്ങൾ, കാലൊടിഞ്ഞത്, കൈയൊടിഞ്ഞത്, പല പ്രശ്നങ്ങളും. ജീവൻ പണയം വെച്ചാണ് ഓരോരുത്തരും നടക്കുന്നതും അവരവരുടെ ജീവിതം ഓരോ സെക്കൻഡും തള്ളി നീക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോം വഴി ഒരു കോർപ്പറേഷൻ ചെയ്തേ പറ്റും നഗരസഭ. നെടുമങ്ങാട് ജുഡീഷ്യൽ കോടതിയുടെ മുൻപിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. വിദ്യാർത്ഥികൾക്കും അപകടയാത്ര. വണ്ടികളൊക്കെ പോകുമ്പോ, ബസ്സൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ സൈഡിൽ കൂടെയാണ് പോകണം. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെയാണ് പോകണം, ഇടിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പോകണം. അതൊക്കെ ഭയങ്കര അതന്നെ. അപ്പൊ ഇവിടെ നടപ്പാതില്ല, അത് വലിയ പ്രശ്നമാണ്. അതന്നെ. ആ ഫുട്ബോൾ അധികം ഇതുവഴി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളിന്റെ അവിടെ പോയിട്ട് എല്ലാരും ഈ വഴി തന്നെയാണ് വരുന്നത്. അപ്പോ കുട്ടികൾ സേഫ് അല്ല ഈ വഴി വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ദുരിതയാത്രയാണ് ഇതുവഴിയുള്ളത്. നടക്കുവാൻ നടപ്പാതകൾ പോലുമില്ല. എത്ര നാൾ ഈ ദുരിതയാത്ര തുടരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ അരുണിനോടൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.